എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടോക്സിക് റിലേഷൻഷിപ്പ്. പല റിലേഷൻഷിപ്പുകളും കേൾക്കുന്ന ഒരു വാക്കാണിത്. അവൻ ടോക്സിക്കാണ്, അവൾ ടോക്സിക്കാണ്, അവൾ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്. ടോക്സിസിറ്റിയുടെ പേരിൽ പൊട്ടിപ്പോയ ഒരുപാട് റിലേഷൻഷിപ്പുകളുണ്ട്. ഇന്നത്തെ വിഷയം റിലേഷൻഷിപ്പുകളിലെ ഈ വില്ലനായിട്ടുള്ള ടോക്സിസിറ്റിയെക്കുറിച്ചാണ്. ഒരാൾ എങ്ങനെ ടോക്സിക് ആവുന്നു എന്നതിനെക്കുറിച്ച്, അതും റിലേഷൻഷിപ്പിൽ. അതിനു മുമ്പ് ഈ ടോക്സിക് എന്ന വാക്കിനെ റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ ഞാൻ രണ്ടായിട്ട് തിരിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയാണ് കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് റിലേഷൻഷിപ്പിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. ആദ്യത്തെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ, അതിപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിങ്ങളോട് പറയുകയാണ്, നീ എന്നോട് മാത്രം മിണ്ടാവൂ, നീ എന്നോട് മാത്രം സംസാരിക്കാവൂ, നീ എന്നോട് മാത്രം ചാറ്റ് ചെയ്യാവൂ. അറിയാതെ പോലും മറ്റൊരാളോട് സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്താൽ അപ്പോൾ നിങ്ങളോട്ട് പ്രശ്നം. അതിപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും, 10 മിനിറ്റ് അവരോട് സംസാരിച്ചാൽ അപ്പോൾ പ്രശ്നം. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ടോക്സിക്കാണ്. അതാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. രണ്ടാമത്തെ റിലേഷൻഷിപ്പിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുന്നത് ചോദ്യം ചെയ്യുന്നുണ്ട്, വഴക്കുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം മൂന്നാമതൊരാൾക്ക് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ഒരു ഫ്രണ്ടിന്, അതും ഒരു മെയിലോ ഫീമെയിലോ ആയിട്ടുള്ള ഫ്രണ്ടിന് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപക്ഷെ ഒരു 4-5 വർഷത്തെ പഴക്കം ഉണ്ടായിരിക്കും. ഈ 4-5 വർഷത്തിനിടെ പാർട്ട്ണറിനോട് പോലും പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ അവരുമായിട്ട്, നിങ്ങളുടെ മൂന്നാമത്തെ ആ ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാർട്ട്ണറിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ ആ തേർഡ് പാർട്ടിയുമായിട്ട് ചിലവഴിക്കാറുണ്ടോ. അതിൻ്റെ പേരിലാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നതെങ്കിൽ അതൊരിക്കലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് അല്ല. അതിൻ്റെ സൈക്കോളജി വേറെയാണ്. ഈ വീഡിയോ ലീഡ് ചെയ്യുന്നതും ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ഇതിൻ്റെ കാരണമെന്നാണ് ഈ വീഡിയോ ഇന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഇതിനൊരു ഉത്തരം പറയുകയാണെങ്കിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ: നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. നിങ്ങളെ, അവരുടെ റിലേഷൻഷിപ്പ് പാർട്ട്ണറിനെ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയമാണ് കൂടുതലായിട്ടും ഇതിന് കണ്ടുവരുന്ന ഒരു കാരണം. ഏതൊരു റിലേഷൻഷിപ്പിലും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കും, അതുറപ്പാണ്. അതുണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ്, അതായത് ഇതിനു മുമ്പുള്ള ഒരു റിലേഷൻഷിപ്പ് വല്ലതും നഷ്ടപ്പെട്ടു പോയത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇനിയുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാതെ അവർ നോക്കാൻ ശ്രമിക്കും. ആദ്യത്തെ റിലേഷൻഷിപ്പിലുണ്ടായ ചില സിംറ്റംസ് രണ്ടാമത്തെ റിലേഷൻഷിപ്പ് കാണുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ ഭയക്കും, ഈ റിലേഷൻഷിപ്പും ആദ്യത്തേതുപോലെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ അവർ അമിതമായിട്ട് മറ്റൊരാളോട് സഹകരിക്കുന്ന കാണുമ്പോൾ ഓർക്കുക, നിങ്ങൾ അവരോട് മിണ്ടുന്നത് അവർക്കൊരു പ്രശ്നമുണ്ടാവില്ല, പക്ഷേ അവരുമായിട്ട് കൂടുതൽ സഹകരിക്കുന്നതായിരിക്കും ചിലപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നു. അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനം നിങ്ങളെക്കാൾ ബെറ്റർ അയാളാണെന്ന് തോന്നിക്കഴിയുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമോ എന്നൊരു പേടി നിങ്ങളുടെ പാർട്ട്ണറിനുണ്ടാകും. അങ്ങനെ വരുമ്പോഴായിരിക്കും അവരൊന്നെങ്കിൽ ഈ ഒരു ബന്ധത്തെ വിലക്കുന്നതോ ഇങ്ങനെ സംസാരിക്കുന്നത് നിർത്തണമെന്ന് പറയുന്നതോ ഒക്കെ. നിങ്ങളോടുള്ള അവരുടെ ഇഷ്ടം കൊണ്ടോ അവരുടെ ഉള്ളിലുള്ള ഭയം കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. ഈ ഒരു കേസിൽ നമുക്ക് അവരുടെ ഭാഗത്തു നിന്നും കൂടി ചിന്തിക്കേണ്ടതായിട്ട് വരും. ആദ്യം പറഞ്ഞ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കും പ്രശ്നക്കാരൻ. എന്നാൽ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ പ്രശ്നക്കാരനാണെങ്കിലും അയാളുടെ ഭാഗത്തൊരു ന്യായമുണ്ട്, അതുപോലെ നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമുണ്ട്. ഇനി നിങ്ങൾ ഈ 2 റിലേഷൻഷിപ്പിൽ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുക. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.